മനോജേട്ടന് മാത്രമായിട്ടൊരു വിജയമില്ല. സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും വിശ്വസനീയമായിട്ട് ഞങ്ങൾക്കൊരു സാധനം കിട്ടുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അത് കൊടുത്തുകൂടെ? തോറ്റുപോയവരുടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നവർക്ക് ഒരു പരാജയം ഉണ്ടായിരിക്കുമല്ലോ, ആ പരാജയ കാലത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അതറിയാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ അവരെയൊക്കെ പോയി കാണുക, സംസാരിക്കുക. മനോജേട്ടൻ്റെ ഒരു വിജയത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? മനോജേട്ടന് മാത്രമായിട്ടൊരു വിജയമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതൊരു ടീം വർക്കാണ്. ഓക്കെ, ഈ ടീം വർക്കിൽ ഉള്ള കുറച്ച് മെമ്പേഴ്സാണ് നമ്മുടെ ഫാർമേഴ്സ്. ഓക്കെ, എനിക്കൊരു വിജയം വന്ന് തുടങ്ങിയതിൻ്റെ കാരണക്കാർ മെയിനായിട്ടുള്ളത് ഫാർമേഴ്സാണ്. അവർ നമുക്ക് എങ്ങനെ ക്വാളിറ്റി പ്രൊഡക്റ്റ് തരിക എന്നുള്ളതാണ്. ഞാൻ അത് വന്ന് പറയുമ്പോഴാണ് നമുക്ക് ഫാർമേഴ്സിനും കൂടി നമ്മളൊരു വിസിബിലിറ്റി കൊടുക്കും. നമുക്ക് മാത്രം, എൻ്റെ ബ്രാൻഡ് മാത്രം ഇങ്ങനെ വിസിബിളായിട്ട് വരുന്നേക്കാൾ ഉപരി ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കിറ്റ് സ്പൈസിൻ്റെ ഷോപ്പിംഗ് ബാഗുമായിട്ട് ബസ്സിൽ നമ്മുടെ ഒരു കസ്റ്റമർ പോകുമ്പോൾ അതേ ബസ്സിൽ തന്നെ മറ്റൊരു കർഷകൻ ഇരിക്കുമ്പോൾ, എനിക്ക് സപ്ലൈ ചെയ്തൊരു കർഷകൻ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഓ എൻ്റെ പ്രൊഡക്റ്റാണല്ലോ പോകുന്നത്. അതാണ് വിജയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ അംഗീകരിക്കുന്നുണ്ട്, കർഷകരെ. നമ്മളിപ്പോൾ ഞങ്ങളുടെ IT ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കാരണം ഇത് മോസ്റ്റ്ലി ഒരു ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഭവം ഇപ്പോൾ അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്, നമുക്കിനി വരുന്ന നമ്മുടെ പാക്കറ്റുകളിലൊക്കെ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എനിക്ക് മഞ്ഞൾ സപ്ലൈ ചെയ്യുന്ന ഒരു കർഷകനാണ് ഇവിടെ മാഞ്ഞാമ്പറ ഭാഗത്തുള്ള ഭാസ്കരേട്ടൻ, ചെറുപ്പശ്ശേരിയുള്ള ഗിരീഷ്, വിളയൂർ പഞ്ചായത്തിലെ ശാന്ത ചേച്ചി, സരോജിനി ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഒക്കെ നാട്ടുകാരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാസ്കരേട്ടൻ, അതായത് എൻ്റെ കൂട്ടുകാരനാണ് ജയേട്ടൻ താലിശ്ശേരിയുള്ളതാണ്. ഇപ്പോൾ ജയേട്ടൻ എനിക്ക് മഞ്ഞൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ജയേട്ടൻ്റെ മഞ്ഞൾ ഭാസ്കരേട്ടൻ്റെ മഞ്ഞൾ നമ്മളത് മിക്സ് ചെയ്യില്ല. ജയേട്ടൻ്റെ മഞ്ഞൾ മാത്രമായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് പൊടിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ബാച്ച് ജയേട്ടൻ്റെ ബാച്ചാണ്. അപ്പോൾ ജയേട്ടന് വേണ്ടി നമ്മളൊരു QR കോഡ് അതിൽ നമ്മൾ വെക്കും. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് തോന്നുകയാണ്, ഓക്കെ, ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ജയേട്ടൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. നമ്മൾ വീഡിയോ കൂടി അതിൽ നമുക്ക് ഈ വീഡിയോ കൂടി നമുക്കതിൽ ആഡ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നടക്കുമെന്നറിയില്ല. കാരണം അവർ കൃഷി ചെയ്യുമ്പോൾ വിളവെടുക്കുന്ന ടൈമിൽ നമുക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ കർഷകൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിസിബിലിറ്റിയാണ്. ഈ എൻ്റെ ഒരു കസ്റ്റമർ ഒരു വേറെ രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഒക്കെ ആണെങ്കിൽ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടുകയാണ്, അവരും വളരെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിജയം എന്ന് പറയുന്നത് എൻ്റെ മാത്രമുള്ളൊരു വിജയമല്ല, ഞങ്ങളുടെ എല്ലാവരും കൂടി ഒരു വിജയമാണ്. മനോജേട്ടൻ്റെ കമ്പനി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം അവരുടെയും കൂടി കമ്പനിയാണ്. ഇത് നാട്ടുകാരുടെ കമ്പനി തന്നെയാണ്. നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. ഒരു രായരനെല്ലൂർക്കാരനായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് നമ്മൾ. ഇനിയുള്ള പുതിയതായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ പൈപ്പ് ലൈനിലാണ്, വെളിച്ചെണ്ണയുടെ. എനിക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഒരു പേറ്റൻ്റൊക്കെ നമുക്ക് എടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഓക്കെ, അത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം മായം വരുന്നത് വെളിച്ചെണ്ണയിലാണെന്നുള്ള പല റിപ്പോർട്ടുകളും കണ്ടിട്ടുണ്ടല്ലോ. അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നമ്മുടെ ശുദ്ധമായ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ അത് ഉടനെ എത്തും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പാറ്റൻറ്റ് നമ്മൾ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അതാണ് നമ്മുടെ ഒരു വലിയൊരു ഡ്രീമാണത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഇതുള്ളത്. പിന്നെ മില്ലറ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ട്രൈബ്സുമായിട്ട് നമുക്ക് കൊലാബ് ചെയ്തിട്ട് റാഗി എല്ലാം ഓർഗാനിക്കായിട്ട് പ്യുവർ ഓർഗാനിക് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം കൊണ്ട് ഇപ്പോഴത്തെ തലമുറകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത്. അപ്പോൾ അത് നമുക്ക് എൻറിച്ച് ചെയ്തിട്ട് കൂണിൻ്റെ പ്രൊഡക്ട്സ്, മഷ്റൂം പ്രൊഡക്ട്സ് നമുക്കത് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയാൻ
സാധിക്കുന്നത് ഒരു ടീം എൻ്റെ പിറകിലുള്ളത് കൊണ്ടാണ്. കാരണം ഓൾ കേരള ലെവലിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ടീം തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ കേരള അഗ്രോ ബ്രാൻഡിൻ്റെ കീഴിലുള്ള സംരംഭകരും കർഷകരും പരസ്പരം ഒരു കുടുംബം തന്നെയാണ് ഞങ്ങൾ. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫാമിലി കൂട്ടായ്മയാണ് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളമുള്ള കർഷകരും സംരംഭകരും ഒരുമിച്ച് നിന്നിട്ട്, അപ്പോൾ ഒരാളൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകുന്നത് അവർ തന്നെയാണ്. മിക്സ്ഡ് മസാലകളെ പറ്റിയിട്ട് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ സാമ്പാർ പൊടി നമ്മളുണ്ടാക്കി. ഓക്കെ, അതിൻ്റെ പിറകെ കുറേ നടന്നു. ഉണ്ണിയുടെ അമ്മ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നു. അതുപോലെ തന്നെയായിരുന്നു ഗരം മസാലയും. ആരെ എങ്ങനെ നമുക്ക് എവിടുന്ന് കിട്ടും എന്ന് കരുതിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ചേട്ടൻ, അതായത് എൻ്റെ കോ ബ്രദർ, വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മനു ബ്രോ എന്നോട് പറയുന്നത് അത് നമുക്ക് ശരിയാക്കാമെന്ന്. കാരണം അദ്ദേഹം ഒരു പാഷനേറ്റ് ഷെഫാണ്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങളുടെ പിറകെ മാത്രം പോകാൻ അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമുലയുണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ പട്ട ചീന്തി എടുക്കുന്നത് അത് അദ്ദേഹം തന്നെ പോയിട്ട് എടുത്തിട്ട് വരിക ചെയ്യുക. കാരണം പുറം രാജ്യങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള സിനിമൺ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് സാധനങ്ങൾ തന്നെ വേണം. അതിലുപയോഗിക്കുന്ന പെരിഞ്ജീരകം ഏത് ടൈപ്പായിരിക്കണം, ഏലം ഏത് ടൈപ്പായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒപ്പം നിന്ന് അത് ഇപ്പോഴും ഈ നിമിഷം വരെ നമ്മുടെ ഗരം മസാലയിലും ചിക്കൻ മസാലയിലും മീറ്റ് മസാലയിലും ഒക്കെ ഒരു ഫാമിലി ടച്ച് ഉണ്ട്. ആ ടച്ച് നൽകിയത് എൻ്റെ ചേട്ടനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൈപ്പ് ലൈൻ പ്രൊജക്ട്സ് ഇതൊക്കെയാണ്. പിന്നെ എക്സ്പോർട്ടിങ്ങിൻ്റെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല ഒരു എക്സ്പോർട്ട് ചെയ്ത് പരിചയമുള്ള അല്ലെങ്കിൽ നല്ല ഒരു പ്രൊഫൈലുള്ള ഒരു കമ്പനി നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഗൾഫിൽ തന്നെ ഒരു ഡയറക്റ്റ് ടു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാനും കൂടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞാനിവിടെ എന്ത് തുടങ്ങിയാലും എൻ്റെ പ്രൊഡക്റ്റ് ആവില്ല. കാരണം അത് അമ്മയുടെ പേരിലേ പോകുള്ളൂ. ടീച്ചറുടെ പൊടികൾ എന്നാണ് ഇവിടെ എല്ലാവരും പറയുക. അതിൽ തന്നെ മനസ്സിലായില്ലേ എത്രമാത്രം അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാരനെയാണ് എൻ്റെ ധൈര്യം. ഞാനൊരു കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ തിരക്കുമ്പോൾ ഞാൻ പ്രീമിയം എന്നൊരു വാക്ക് ആദ്യം പറഞ്ഞില്ലേ, പ്രീമിയം പൊടികൾ എന്നൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങാൻ വരുന്നവരൊക്കെ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ ഭയങ്കര ബിസിനസ്സുകാർ, പ്രൊഫഷണൽസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്യാബേജ് ഓക്കെ അവർക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിലാണ് നോക്കിയായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് എൻ്റെ ഇവിടുത്തെ ഒരു 50% കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഡെയിലി ലേബേഴ്സാണ്. ദിവസക്കൂലിക്ക് പണി ചെയ്യുന്ന ആളുകളാണ്, സഹോദരങ്ങളാണ്. എൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിപ്പോകുന്നുണ്ട്. കാരണം അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത്രയും വിശ്വസനീയമായിട്ട് ഞങ്ങൾക്കൊരു സാധനം കിട്ടുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അത് കൊടുത്തുകൂടെ? കാരണം അതാണ് പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ലൈഫാണ് ആളുകൾക്ക് വേണ്ടത്. ഏറ്റവും വലിയ കൺസേൺ തന്നെ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ക്വാളിറ്റി ലൈഫ് പാർട്ട്ണർ ആയിട്ട് അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. ക്വാളിറ്റി ലൈഫ് പാർട്ട്ണർ ഇൻ ദ സെൻസ് മീൻസ് ഞാനൊരു നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ലൈഫ് മെച്ചപ്പെടുകയാണ് അല്ലേ, എനിക്കതിന്ന് വരുമാനം കിട്ടി എൻ്റെ ലൈഫ് മെച്ചപ്പെടുകയാണ്. സോ എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാണ്. എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റുപാടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാണ്. കാരണം അവർക്ക് അവിടെ മെഡിക്കൽ എക്സ്പെൻസ് കുറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതാണ് ഏറ്റവും വലിയ കാര്യം. ആരോഗ്യം തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും വലുതായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ മുഴുവൻ നമ്മൾ ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ ഒരാൾ തയ്യാറായിട്ട് വീഴാൻ ഒരു ക്വാളിറ്റി ലൈഫ് പാർട്ട്ണറാണ് അദ്ദേഹം ഞങ്ങളുടെ ഈ വേൾഡിൻ്റെ, ഈ ലോകത്തിൻ്റെ. അങ്ങനെ ലോകത്തിലെ ഒരു ക്വാളിറ്റി ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ക്വാളിറ്റി ലൈഫ് പാർട്ട്ണറായിട്ട് അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. മനോജേട്ടൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട്? എൻ്റെ അമ്മ, അച്ഛൻ എക്സർവീസ്മാൻ ആയിരുന്നു. അദ്ദേഹം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. എക്സർവീസ്മാൻ അവിടുന്ന് റിട്ടയറായി വന്നിട്ട് കുറച്ച് കാലം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നു. ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറുകളാണ് നെല്ലിയാമ്പതി, അട്ടപ്പാടി. എൻ്റെ അച്ഛനെ 2 സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെയാണ് ഇങ്ങനെ തട്ടിത്തടഞ്ഞിപ്പോൾ നമ്മളും അങ്ങനെ ആ ഒരു ഫീൽഡിലോട്ട് വന്ന് എന്ന് കരുതുന്നു. അച്ഛനിപ്പോൾ ഇല്ല. അമ്മ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. അമ്മ എൻ്റെ ഭാര്യ
സുനിത, അമ്മ ഇന്ദിരാദേവി, ഇന്ദിര ടീച്ചർ എന്നറിയപ്പെടുന്നു നാട്ടിൽ. ഒരു മകളാണുള്ളത്, ഗായത്രി. ആളെന്താ ചെയ്യുന്നത്? മകളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇൻഫോസിസിൽ കിട്ടിയിട്ട് ഇപ്പോൾ ട്രെയിനിയാണ് അവിടെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ട്. നമുക്കറിയാം, പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിരവധി വെല്ലുവിളികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും മനോജേട്ടൻ ഇതേപോലെയുള്ള വെല്ലുവിളികൾ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ പുതുതായിട്ട് വരുന്ന സംരംഭകരോട് എന്താണ് പറയാനുള്ളത്? സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിച്ച ആളുകളാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട്ണർ എന്ത് കരുതും, അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്ന് മറച്ചു വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. കാരണം ഞാൻ ഒത്തിരി പേരുടെ സപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തുനിന്നൊക്കെ കിട്ടി. അതൊക്കെ പറയുമ്പോഴും ചിരിച്ചും ഒക്കെ എനിക്ക് പറയാൻ കഴിയുന്നത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്, എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ പറയാം. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് പല സ്ഥലത്തും ഞാൻ സ്റ്റക്കായി നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റായിട്ട് സപ്പോർട്ട് കിട്ടുന്നത്, ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഭാര്യയുടെ അടുത്തു നിന്നാണ്, പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ്. കാരണം അവരറിയണം നമുക്ക് എന്താണ് ഒരു ദിവസം സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ആദ്യം വീട്ടിൽ ഡിസ്കസ് ചെയ്യുക. വീട്ടുകാർക്ക് ചിലപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല ടെക്നിക്കലി, പക്ഷേ വേറെ പല രീതിയിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അത് ഒരു അസറ്റാണ് സംഭവം ഉള്ളത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, നിങ്ങളുടെ സർവീസ് എന്താണെന്ന് തീരുമാനിക്കുക. അതിനെ പറ്റിയിട്ട് നിര്യാതിയുടെ മാർക്കറ്റിൽ നമ്മൾ റിസർച്ച് ചെയ്യുക. പിന്നെ തോറ്റുപോയവരുടെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നവർക്ക് ഒരു പരാജയം ഉണ്ടായിരിക്കുമല്ലോ, ആ പരാജയ കാലത്തെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അതറിയാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ അവരെയൊക്കെ പോയി കാണുക, സംസാരിക്കുക. നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക, അടുത്തുള്ള ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുക, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. എങ്കിലും നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ വരുള്ളൂ. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയണം. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് BNI നിന്നാണ്, ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ നിന്നാണ്. ഞാൻ അതിലെ മെമ്പറാണ്. അവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്സ്, അവിടെ കിട്ടുന്ന സപ്പോർട്ട്, നമ്മുടെ പോളിസിൻ്റെ ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന ഒരു വാല്യൂയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ബിസിനസ് ഒരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ അദ്ദേഹം എനിക്കും റെഫർ ചെയ്യും. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും എനിക്ക് ഈ ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു മൈൻഡ് എപ്പോഴും വരും. അപ്പോൾ നെറ്റ്വർക്കിങ്ങിന് പരമാവധി ശ്രമിക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളൊരു ബിസിനസ് കൺസൾട്ടൻസിനെ സമീപിക്കുക, ഒരു കൺസൾട്ടൻറ്റിനെ സമീപിക്കുക. കാരണം നിങ്ങളൊരു വീട് വെക്കുമ്പോൾ നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ എടുത്ത് പോലും, അത് ആർക്കിടെക്റ്റ് എങ്ങനെയാണോ നമുക്കൊരു വീട് ഡിസൈൻ ചെയ്ത് തരുന്നത്, അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ സമീപിക്കുക. അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഫീയും ഒന്നും വേസ്റ്റ് ആവില്ല. കാരണം അവർക്ക് നമ്മളെ സഹായിക്കും. പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യാൻ, ബിസിനസ്സിനെ കാണാൻ ശ്രമിക്കുക. പിന്നെ ബിസിനസ് വേറെ, ബിസിനസ് മാൻ വേറെ, ആ ഒരു രീതിയിൽ വേണം പോകാനുള്ളത്. എങ്കിൽ ഒരു ബിസിനസ്സുകാരന് സാധാരണ മനുഷ്യരെ പോലെ രാത്രി 10 മണിക്ക് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങും. അതാണ് വേണ്ടത്. അൾട്ടിമേറ്റ് സമാധാനം. ബിസിനസ്സുകാരന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. നമ്മൾ പ്രൊഫഷണലായാൽ മതി.